ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഈ ചൂട് സമയത്ത് വളരെ ചില്ലായിട്ട് കഴിക്കാൻ പറ്റുന്ന നല്ല രണ്ട് മിൽക്ക് ഷേക്കിൻ്റെ റെസിപ്പിയാണ്. വളരെ പെട്ടെന്ന് സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഷേക്ക് റെസിപ്പീസാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണം. കൂടെ തന്നെ നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇത് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനിൽ ഓൾ കൂടി ഒന്ന് മറക്കാതെ പ്രസ് ചെയ്തേക്കണം. എന്നാൽ ശരി, നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ നാട്ടിലെ ഇപ്പോഴത്തെ ഈ ചൂട് സമയത്തിൻ്റെ പേരിൽ തന്നെ ഒരുപാട് നാരങ്ങ വെള്ളവും അതുപോലെ തന്നെ മിൽക്ക് ഷേക്കും ഒക്കെ തയ്യാറാക്കി നോക്കുന്നുണ്ടാവും. അപ്പോൾ അതുപോലെ വെറൈറ്റി ആയിട്ടുള്ള ഷേക്കൊക്കെ തയ്യാറാക്കി കുടിക്കാനായിട്ട് പ്രത്യേകം ഇഷ്ടമൊക്കെ ഉണ്ടാകും. അപ്പോൾ അങ്ങനെ വെറൈറ്റി ആയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് എന്തെന്ന് വെച്ചാൽ പാലാണ്. അപ്പോൾ ഞാനിപ്പോൾ അത്യാവശ്യം വലിയൊരു ഗ്ലാസ്സിന് ആണ് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ ചെറിയ ഗ്ലാസ് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു പാലളവ് മതിയാവും. ഞാനിപ്പോൾ ഇത് ഏകദേശം ഒരു 1/2 ലിറ്ററോളം പാലുണ്ട്. അത് നമുക്ക് ഒരു ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. അതായത് നന്നായിട്ട് തണുപ്പിച്ചെടുത്ത പാലാണ് കേട്ടോ. എന്നിട്ടാണ് നമുക്കത് മിക്സിയുടെ ജാറിലേക്ക് ചേർക്കാനായിട്ട്. പാല് ചേർത്തിട്ട് നമുക്ക് 2 രീതിയിലും ഷേക്ക് തയ്യാറാക്കിയെടുക്കാം. അതായത് തിളപ്പിച്ച പാല് അതിനുശേഷം തണുപ്പിച്ചതിന് ശേഷം അത് നമുക്ക് ഇതിലേക്ക് ചേർക്കാം. അല്ലാന്നുണ്ടെങ്കിൽ കവർ പാലുണ്ടല്ലോ, അതിലും നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അല്ലാതെ നമ്മുടെ ഫ്രഷ് ആയിട്ടുള്ള നാട്ടിൻ പുറത്തുനിന്ന് കിട്ടുന്ന പാലാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് തിളപ്പിച്ചേക്കണം. അതിനുശേഷം മാത്രമേ നമ്മൾ അതിൽ ഷേക്കോ ജ്യൂസോ എന്ത് വേണമെങ്കിലും ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് പാല് ചേർത്തിട്ടുണ്ട്. പാല് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടതാണ് നന്നായിട്ട് പഴുത്ത നേന്ത്രപ്പഴം കൂടി. അപ്പോൾ ഈ നേന്ത്രപ്പഴത്തിന് പകരം നമുക്കിതിലേക്ക് റോബസ്റ്റ് പഴം ചേർക്കാം. അതല്ലാതെ ചെറുപഴം ചേർക്കാൻ വേണ്ടി പറ്റില്ല. നേന്ത്രപ്പഴം അല്ലെങ്കിൽ റോബസ്റ്റ് പഴം, ഇത് ഏതെങ്കിലും ഒന്നിൽ മാത്രമേ നമുക്ക് ഈ മിൽക്ക് ഷേക്ക് തയ്യാറാക്കി എടുക്കുമ്പോൾ ആ കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ടുള്ള ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ നല്ലതുപോലെ പഴുത്ത പഴമാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലത്. അപ്പോൾ അതുകൂടി ചേർക്കാം. ഇത് വന്നിട്ട് ഒരു പഴമാണ് ഞാൻ എടുത്തിട്ടുള്ളത്, മീഡിയം സൈസിൽ ഒരു പഴം. പിന്നെ ഒരു കാര്യം കൂടി ഇതിൻ്റെ കൂടെ എടുത്ത് പറഞ്ഞു പോവുകയാണ്. നമ്മുടെ ഷമീസ് ടിപ്സ് ആൻഡ് റിവ്യൂസിൽ ഇതിന് മുമ്പ് നമ്മുടെ ചെടിച്ചട്ടിയിലൊക്കെ ചെറുതായിട്ട് പെയിൻറ്റ് ചെയ്യുന്നതും കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇതുവരെയും കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പ്ലീസ് ഒന്ന് കണ്ടു നോക്കിയേക്കണേ. അപ്പോൾ അതിൻ്റെ ലിങ്ക് വന്നിട്ട് ഞാൻ പിൻഡ് കമൻറ്റായിട്ട് വെച്ചിരിക്കാം. ഇതുവരെയും കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കണ്ടു നോക്കണം. കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണം. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് വേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ കുറച്ച് ഈന്തപ്പഴം കൂടിയാണ്. ഇതിപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈന്തപ്പഴമാണ്. ഞാനൊരു 4 എണ്ണമാണ് ഈന്തപ്പഴം എടുത്തിട്ടുള്ളത്. അതല്ല, ഇത്രയും സോഫ്റ്റ് അല്ലാത്ത ഈന്തപ്പഴമാണെന്നുണ്ടെങ്കിൽ ഒരല്പം ചൂടുവെള്ളത്തിലേക്ക് ഒരു 2-3 മിനിറ്റ് ഒന്ന് ഒഴിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതുപോലെ ഒന്ന് സോഫ്റ്റായി കിട്ടും. അതിനുശേഷം പിന്നീട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ 4 എണ്ണമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒരുപാട് കൂടി പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈന്തപ്പഴം കൂടി നമുക്കിതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. ഇത്രയും ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് അണ്ടിപ്പരിപ്പും കൂടിയാണ്. അപ്പോൾ ഇത്രയും മാത്രം, ഈ ഒരു അളവിൽ മാത്രം മതിയാവും. ഇനിയിപ്പോൾ അണ്ടിപ്പരിപ്പ് ചേർത്തില്ല എന്നുണ്ടെങ്കിലും പ്രശ്നമൊന്നുമില്ല, നമുക്കിത് സ്കിപ്പ് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ ഈ അണ്ടിപ്പരിപ്പും ചേർത്തിട്ട് വേണം നമ്മൾ നല്ലതുപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഒരു കാര്യം കൂടി പറയുകയാണ്, ചില മിക്സിയുടെ ജാറിൽ വന്നിട്ട് ഇതുപോലെ ഇത്രയും പാലൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഈ അണ്ടിപ്പരിപ്പും അതുപോലെ തന്നെ ഈന്തപ്പഴവും നന്നായിട്ടൊന്നും അരഞ്ഞു കിട്ടില്ല. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പാല് ഇതിൻ്റെ പകുതിയോളം അളവിലെടുത്തിട്ട് ഫസ്റ്റ് നമ്മൾ നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്തതിന് ശേഷം ബാക്കി പാലും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്താൽ മതിയാവും. പക്ഷേ ഈ ജാറിൽ അങ്ങനെ അത്ര വലിയ പ്രശ്നമൊന്നും ഇല്ല. അതിൻ്റെ പേരിലാണ് ഞാൻ ഈ ഒരു അളവിൽ തന്നെ പാൽ അതിലേക്ക് ഒഴിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ അണ്ടിപ്പരിപ്പും കൂടി ഇതിലേക്ക് ചേർക്കാം. ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടിയാണ്. അപ്പോൾ ഇതിലേക്ക് ഈന്തപ്പഴവും അതുപോലെ തന്നെ നേന്ത്രപ്പഴമൊക്കെ ചേർത്തിരിക്കുന്നതിൻ്റെ പേരിൽ ആവശ്യത്തിനുള്ള മധുരം ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ പേരിൽ വളരെ കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും. ഈ ഒരളവിൽ അല്പം മാത്രം മധുരം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ നല്ലതുപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് വരാം. എന്നാൽ ശരി, ഞാൻ പെട്ടെന്ന് പോയി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുകയാണ്. ഇതുപോലെ ഞാനിപ്പോൾ നല്ല സ്മൂത്തായിട്ട് ഇതൊന്ന് ബ്ലെൻഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ ഇതെന്ത് മാത്രം ടേസ്റ്റി ആയിട്ടുള്ള മിൽക്ക് ഷേക്ക് ആയിരിക്കും എന്ന്. നല്ലതുപോലെ സ്മൂത്തായിട്ടൊന്ന് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ നേരെ ഒന്ന് സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒന്ന് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മൾ പാൽ ജസ്റ്റ് ഒന്ന് തണുപ്പിച്ചിട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ചെറിയൊരു തണുപ്പ് മാത്രമേ ഉണ്ടാവുള്ളൂ. അതല്ല, നല്ലതുപോലെ തണുപ്പ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഐസ് ക്യൂബ്സും കൂടി ചേർത്ത് കൊടുത്താൽ മാത്രം മതിയാവും. ഇനി ഇതിന് മുകളിലേക്ക് ഒരല്പം ഭംഗിക്ക് വേണ്ടിയിട്ട് നട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുകൂടി ചേർക്കാം. ഒരല്പം മാത്രം ഇങ്ങനെ ചെറുതായിട്ടൊന്ന് വിതറി കൊടുത്താൽ മതിയാവും.
വളരെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു മിൽക്ക് ഷേക്കാണിത്. അപ്പോൾ ഉറപ്പായിട്ട് ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ ഫസ്റ്റ് മിൽക്ക് ഷേക്ക് ഇവിടെ നല്ല സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് നമ്മുടെ രണ്ടാമത്തെ ഷേക്ക് കൂടി നോക്കാം. നമ്മുടെ രണ്ടാമത്തെ മിൽക്ക് ഷേക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ കട്ട പിടിപ്പിച്ച പാലാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് ഫ്രീസ് ചെയ്ത പാലാണ്. ഇത് വന്നിട്ട് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചതിന് ശേഷം തണുപ്പിച്ചെടുത്ത പാലാണ് കേട്ടോ. കറുപ്പാലാണെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല, നല്ലതുപോലെ ഒന്ന് ഫ്രീസ് ചെയ്ത് ചേർത്ത് കൊടുത്താൽ മതിയാവും. പാല് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഇതുപോലെ നേന്ത്രപ്പഴം തന്നെയാണ്. നമ്മൾ നേരത്തെ എടുത്തതുപോലെ ഒരു മീഡിയം സൈസിലുള്ള നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ നേന്ത്രപ്പഴത്തിന് പകരം നമുക്ക് റോബസ്റ്റ് പഴം എടുക്കാവുന്നേ ഉള്ളൂ, ചെറുപഴം എടുക്കരുത്. അപ്പോൾ നല്ലതുപോലെ പഴുത്ത പഴം കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ പഴവും ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ വേണ്ടതെന്ന് വെച്ചാൽ ഇതുപോലെ കുറച്ച് അണ്ടിപ്പരിപ്പും കൂടിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. ഇത് വന്നിട്ട് നമുക്ക് ഓപ്ഷനിലാണ്, ഉണ്ടെങ്കിൽ മാത്രം ഒരല്പം ചേർക്കാം. അപ്പോൾ ഇത് നമ്മൾ അണ്ടിപ്പരിപ്പ് ചേർക്കുമ്പോഴത്തേക്കും ഒരു ക്രീമി ആയിട്ടുള്ള കുറച്ച് പ്രത്യേക ടേസ്റ്റ് കിട്ടും, അത്രയും മാത്രമേ ഉള്ളൂ. ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ട കാര്യമാണ് ഇതുപോലെ ഒരു വലിയ സ്പൂണിൽ ഒരു സ്പൂൺ നിറയെ ബൂസ്റ്റും കൂടിയാണ്. അപ്പോൾ ഈ ബൂസ്റ്റിന് പകരം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചോക്ലേറ്റൊക്കെ ഉണ്ടെങ്കിൽ ചോക്ലേറ്റ് ചേർത്ത് കൊടുക്കാം, അതല്ല എന്നുണ്ടെങ്കിൽ ഹോർലിക്സ് ചേർത്ത് കൊടുക്കാം. പക്ഷേ ഏറ്റവും കൂടുതലായിട്ട് നന്നായിട്ട് തോന്നിയിട്ടുള്ളത് എനിക്ക് ഈ ബൂസ്റ്റിൽ ചെയ്തെടുക്കുമ്പോഴാണ്. അപ്പോൾ ബൂസ്റ്റ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ബൂസ്റ്റ് തന്നെ, പിന്നെ അതല്ല എന്നുണ്ടെങ്കിൽ മാത്രം ചോക്ലേറ്റിലും തയ്യാറാക്കി എടുക്കാവുന്നേ ഉള്ളൂ. എങ്കിൽ പിന്നെ ഒരു 5 രൂപയുടെ ചോക്ലേറ്റ് ഉണ്ടല്ലോ ചെറിയ പീസ്, അത് മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടതെന്ന് വെച്ചാൽ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടിയാണ്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് പഞ്ചസാര ആവശ്യമായിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഷേക്ക് തയ്യാറാക്കിയതുപോലെയല്ല, കുറച്ചുകൂടി മധുരം ചേർത്താൽ മാത്രമേ ആ കറക്റ്റ് മധുരം എടുത്ത് കാണിക്കുള്ളൂ, അതിൻ്റെ പേരിലാണ്. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ നന്നായിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് വരണം. വളരെ സ്മൂത്തായിട്ട് നമുക്കിത് ബ്ലെൻഡ് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. എന്നാൽ ശരി, ഞാൻ പെട്ടെന്ന് പോയി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് വരാം. ഇതുപോലെ നല്ല സ്മൂത്തായിട്ട് ഞാനിപ്പോൾ ഇത് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. നന്നായിട്ട് നല്ല കട്ടിയായിട്ട് കുറുകി കിട്ടിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇത് നല്ല കട്ട പാലും കൂടി ആയതിൻ്റെ പേരിലാണ്. അപ്പോൾ ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള 2 മിൽക്ക് ഷേക്ക് നമ്മളിവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഉറപ്പായിട്ട് ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്ക് മറക്കാതെ ഒന്ന് അറിയിക്കുകയും വേണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കാനുള്ളൊരു പ്രചോദനം ഉണ്ടാവുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്തേക്കണം. ഇത് മറ്റുള്ളവരും കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പിന്നെ നമ്മുടെ വ്ളോഗ് കാണാൻ വേണ്ടിയിട്ട് ആരും മറക്കണ്ട, ഞാൻ പിണ്ട് കമൻ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. വീണ്ടും നല്ലത് ഉഷാറ് വീഡിയോ ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്.